കണ്ണൂർ മാടായി തിരുവട്ടൂർ കാവിൽ പൂരോത്സവത്തിന് സമാപനം കുറിച്ച് പൂരം കുളി നടന്നു. വടുകുന്ത തടാകത്തിലെ പൂരം കുളി ആറാട്ടിന് സാക്ഷിയാകാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും പതിനായിരങ്ങൾ ഒഴുകിയെത്തി. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രമെന്നറിയപ്പെടുന്ന മാടായി തിരുവർക്കാട്ടുകാവ് പൂരം നാളിൽ ദേവിയുടെ വിഗ്രഹം തെക്കിനാക്കൽ കോട്ടയിലേക്ക് എഴുന്നള്ളിച്ചതോടെ പൂരമഹോത്സവത്തിന് തുടക്കമായി. പൂരോത്സവ ചടങ്ങുകളായ നാന്തക വാൾപ്പയറ്റും തെക്കിനാക്കൽ കോട്ടയിൽ വെച്ച് അപ്പമെറിയൽ ചടങ്ങും നടന്നു. തുടർന്ന് വടുകുന്ത തടാകത്തിൽ പൂരം കുളി ആറാട്ട് നടന്നു. പതിനായിരക്കണക്കിന് ജനങ്ങളാണ് പൂരം കുളി ആറാട്ട് കാണാൻ എത്തിയത്. പൂരോത്സവത്തിന്റെ ഭാഗമായി പൂരക്കഞ്ഞി വിതരണവും നടന്നു. പൂരം മഹോത്സവത്തിൽ പ്രശസ്തമായ പൂരച്ചന്തയും നടന്നു. കാർഷിക സംസ്കൃതിയെ ഓർമ്മിപ്പിക്കുന്ന പൂരച്ചന്ത ഗൃഹാതുരത്വമുണർത്തുന്ന ഒന്നായി. മൺപാത്രങ്ങൾ മുതൽ പുഴമത്സ്യങ്ങൾ ഉൾപ്പെടെ പൂരച്ചന്തയിൽ ലഭിക്കും. വീട്ടില് ആവശ്യമുള്ള എല്ലാ അടിസ്ഥാന സൗകര്യമുള്ള സാമഗ്രികളൊക്കെ ഈ പൂരച്ചന്തയിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ട് ഈ ഗ്രാമത്തിൻ്റെ ചുറ്റുമുള്ള താവത്ത്, ഏഴോം, അതുപോലെ ചെറുകുന്ന്, മാട്ടൂല് എല്ലാ പ്രദേശത്തുള്ള ആളുകൾ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മറ്റൊരു സംഭവം ഞാൻ പറയാം. ഇതിവിടെ അടിമച്ചന്തയുണ്ടായിരുന്നു പണ്ട്. ഇവിടെ അങ്ങ് മലയോരത്തുള്ള യജമാനന്മാർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ തറവാടികൾ വീടുകളിലേക്കും അവരുടെ തോട്ടങ്ങളിലൊക്കെ പണിക്ക് വേണ്ടി ആളുകളെ വേണം. അങ്ങനെ വരുമ്പോൾ അടിമകളായിട്ട് ഇവിടുന്ന് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ചരിത്രമുണ്ട്. 10 ദിവസം നീണ്ട പൂരമഹോത്സവത്തിനാണ് മാടായിക്കാവിൽ സമാപനമായത്. മാടായിപ്പാറയിലെ പൂരച്ചന്തയിൽ സാധനങ്ങൾ വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെടാറ്. ഇതിനു പുറമെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഭക്തി നിർഭരമായ പൂരം കുളി കാണാനും പതിനായിരങ്ങളാണ് എത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.